ഇരിക്കൂ. ഇവിടെ ആസ്പത്രിയിൽ സൗകര്യങ്ങൾ കുറവൊന്നുമില്ലല്ലോ. എന്റെ പഞ്ചായത്തിൽ ആകെയുള്ളൊരു മൃഗാസ്പത്രിയാണിത്. ഇവിടുത്തെ കാര്യങ്ങൾ വന്ന് അന്വേഷിക്കേണ്ടത് ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ എന്റെ ഒരു ധർമ്മമാണ്. പഞ്ചായത്ത് ലെവലിൽ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ പറയാൻ മടിക്കരുത്. പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടതില്ല. ഇവിടെ പോരാത്ത സൗകര്യങ്ങൾക്ക് ഞാൻ ഡിപ്പാർട്ട്മെന്റ് എഴുതിയിട്ടുണ്ട്. ആട്ടെ, മിസ്റ്റർ ഇട്ടിയവരെ വന്നത്? എന്റെ ആ സർട്ടിഫിക്കറ്റിന്റെ കാര്യത്തിനാ. അത് ഞാൻ അന്നേ പറഞ്ഞല്ലോ തരാനാവില്ലെന്ന്. കഴിഞ്ഞ തവണ എന്ന് വെച്ചാൽ സാറ് ചാർജ് എടുത്ത ഉടനെയാ. നമ്മളെ പറ്റിയൊക്കെ അറിഞ്ഞും കേട്ടും മനസ്സിലാക്കി കഴിഞ്ഞിട്ട് വരാമെന്ന് വെച്ചാ അന്ന് പോയേ. ഒരു കഷ്ണം കടലാസിന്റെ കാര്യമല്ലേ സാറേ, അത് ഞൊപ്പിട്ട് തന്നൂടെ? ആ ചാവാലി പശുവിന് സർട്ടിഫിക്കറ്റ് തരാൻ പറ്റില്ല. ആ ഒരു കഷ്ണം കടലാസ് കൊടുത്തെങ്കിലേ ബാങ്കിൽ നിന്ന് ലോൺ കിട്ടൂ. ഇനി സാർ സർട്ടിഫിക്കറ്റ് എന്നതിന്റെ പിറ്റേന്ന് പശു ചത്തു തന്നെ വെക്കുക. ഞാൻ സ്വത്തും മുതലൊക്കെ ഉള്ള കൂട്ടത്തിലാ. ബാങ്കുകാരോട് ഞാനല്ലേ സമാധാനം പറയണ്ടേ? കിട്ടിയവരേക്ക് അതിനുള്ള സ്വത്തും മുതലും ഉണ്ടെങ്കിൽ കാശ് കൊടുത്തൊരു പശുവിനെ വാങ്ങിക്കണം. ഈ ലോൺ എന്ന് പറയുന്നത് കയ്യിലെ കാശ് തികയാത്തവരെ സഹായിക്കാനാ. കയ്യില്ലാതെ കാശുണ്ടെന്ന് കരുതി വെറുതെ കിട്ടുന്ന സൗജന്യം ആരെങ്കിലും വേണ്ടാന്ന് വെക്കൂ. ആ തമ്പുരാൻ വരൂ, ഇരിക്കണം. ഇറങ്ങാറായില്ലേ? ആ ആയി. ഡോക്ടറുടെ ഈ ഒരു ദുശാഠ്യം കാരണം എനിക്ക് കിട്ടേണ്ട സൗജന്യമാണ് ഇല്ലാണ്ടായത്. അത് ശരിയല്ല. ഡോക്ടർ അത് മനസ്സിലാക്കണം. അവിടെ കൊണ്ട് കെട്ടിക്കോ. എന്തായി, സാധിച്ചോ? ഏയ്, ശരിയാവില്ല. ഇതിവിടെ തീരെ ശരിയാവില്ല. ഇങ്ങനെ തുടരാൻ ഭാവമെങ്കിൽ പഞ്ചായത്ത് റെസോർട്ട് മൂവ് ചെയ്യും. രാത്രി അവനെ കെട്ടി. അത്രയ്ക്കൊന്നും ആവശ്യമില്ലെന്നേ. കിട്ടിയൊരു മാഷത്ത് എന്താ വേണ്ടേ? കാര്യം സാധിക്കണം, അത്രയല്ലേ ഉള്ളൂ. അത്രേ ഉള്ളൂ. എന്നാ സമാധാനപ്പെടും. ചാക്കപ്പം പരിഹാരം ഉണ്ടാക്കാമെന്നേ. ഇതേവരെ ഒരു കാര്യവും ഞാൻ ചെന്ന് പറഞ്ഞിട്ടില്ല. ഇട്ടിയൂരം മാഷിയുടെ ഒരു കാര്യമായതുകൊണ്ട് തരവും തഞ്ചവും നോക്കി പറഞ്ഞ് കാര്യം സാധിപ്പിച്ചു തരാം. പോരെ? മതി. ഇതെടുക്കട്ടെ. ഇതൊന്നും വേണ്ടായിരുന്നു. വെറുതെ നമുക്ക് വേണ്ടി പണിയെടുക്കരുത്. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ. ഓ, ചാക്കപ്പാ, ഞാൻ അങ്ങോട്ട് ഇറങ്ങാണ്. ഞാൻ നിൽക്കേണ്ട അത്യാവശ്യമൊന്നുമില്ലല്ലോ. ഇല്ല. ആ